നമുക്കിന്നൊരു തകർപ്പൻ മ്യൂസിക് പ്ലെയർ ഒന്ന് പരിചയപ്പെട്ടാലോ? മ്യൂസിക് പ്ലെയർ മാത്രമല്ല, ഇതിൽ വീഡിയോ പ്ലെയർ കൂടി നമുക്ക് ലഭ്യമാണ്. ഇതിൽ ഒരുപാട് തകർപ്പൻ ഫീച്ചറുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സോങ് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നല്ലൊരു കിഡിലൻ ഇക്വലൈസർ സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഓട്ടോമാറ്റിക് പ്ലേ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രത്യേകതകൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഏതാണ് ആ മ്യൂസിക് പ്ലെയർ, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ സോങ്സിന്റെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ സോങ്സുകളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ വലതുവശത്ത് 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ സോങ്സുകളും കാറ്റഗറി ബേസിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഒരുപാട് ടാബുകളുണ്ട്, അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് മൂന്നാമത്തെ ടാബ് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇത് വീഡിയോസിൻ്റെതാണ്. ഇവിടെ പെർമിഷൻ അലോ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മ്യൂസിക് പ്ലെയറിലൂടെ നിങ്ങൾക്ക് വീഡിയോയും പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. കണ്ടോ, നല്ല രൂപത്തിൽ നമുക്ക് വീഡിയോയും പ്ലേ ചെയ്ത് ആസ്വദിക്കാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ 4ാമത്തെ ടാബ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെയും ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വലൈസർ എന്ന ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരുപാട് സൗണ്ട് എഫക്റ്റുകൾ നൽകിയിട്ടുണ്ട്. അതിൽ പലതും നമുക്ക് ഫ്രീ ആണ്. പിന്നെ ഈ ഒരു ഐക്കൺ കാണുന്ന ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ. അതൊക്കെ പ്രോ വെർഷൻ ഉള്ളവർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ. എന്നാലും ഫ്രീ വെർഷനിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനുവലായിട്ട് ഇതുപോലെ ഇക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാസ് ട്രികളൊക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് വളരെ മനോഹരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 2ാമത്തെ ഓപ്ഷൻ ഇവിടെ വോളിയം ബൂസ്റ്റർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെയും ഒരുപാട് സെറ്റപ്പുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ മാനുവലായിട്ടും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ബാക്ക് വന്നതിന് ശേഷം ഇവിടെ 3ാമത്തെ ഓപ്ഷൻ സ്ലീപ്പ് ടൈമർ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലീപ്പ് ടൈമർ വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം നിങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ആ ഒരു ഉറങ്ങുന്ന ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പാട്ടുകൾ കേൾക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാട്ട് സ്റ്റോപ്പ് ആകും. ഈ ഒരു ടോഗിൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കൺഫേം കൊടുത്താൽ മതി. വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. നമുക്കിവിടെ ഡ്രൈവ് മോഡ്. നിങ്ങൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ഒരു ഡ്രൈവ് മോഡും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ഇത് ലാൻഡ്സ്കേപ്പിലും പോർട്രേറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഹിഡൻ സോങ്സ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച സോങ്സുകളൊക്കെ കാണാൻ സാധിക്കും. എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാമെന്ന് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയും ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഇവിടെ തന്നെ ഓട്ടോ പ്ലേ എന്ന ഭാഗമുണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് പാട്ട് കേൾക്കുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സോങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് നല്ല നല്ല സെറ്റിംഗ്സുകളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നൽകിയിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് ഒരു 3 ലൈൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് തീംസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള തീം ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള തീമുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഐക്കൺ കാണുന്നതൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല തീമുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു തീം ഞാൻ സെലക്ട് ചെയ്ത് ഇവിടെ അപ്ലൈ കൊടുക്കുകയാണ്. അപ്ലൈ കൊടുത്ത ഉടനെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു തീം ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് താഴെ കാണുന്ന 2ാമത്തെ ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോങ്ങുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഞാനൊരു സോങ് ഇവിടെ പ്ലേ ചെയ്യാണ്. ഇവിടെ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇവിടെ വലതുവശത്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാം. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ തന്നെ ചേഞ്ച് കവർ എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. കവർ ഫോട്ടോ നമുക്ക് ഏത് പാട്ടിൻ്റെയും ചേഞ്ച് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ കാണുന്ന 2ാമത്തെ ഫോട്ടോ എന്ന ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോട്ടോ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ തന്നെ നമുക്ക് സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ആ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നു. ഓക്കെ, ഇവിടെ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് താഴേക്ക് വരാം. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഹൈഡ് സോങ്. ഈ ഒരു സോങ് നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഹൈഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സോങ് ഹൈഡ് ആയിട്ടുണ്ട്.
അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് വന്നിട്ട് 4ാമത്തെ ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ സോങ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ നേരത്തെ കവർ ഫോട്ടോ ചേഞ്ച് ചെയ്ത ആ ഒരു സോങ് ഇവിടെ ഹൈഡ് ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കണം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അൺഹൈഡ് കൊടുത്തിട്ട് ഇവിടെ വീണ്ടും അൺഹൈഡ് കൊടുത്താൽ അവിടെ നിന്ന് പോകും. നേരെ തന്നെ നമ്മുടെ ആ ഒരു സോങ്ങിന്റെ ഓപ്ഷനിലേക്ക് ആ ഒരു സോങ് വന്നിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.